നാളുകൊണ്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ച സാധനമുണ്ട്, അതെനിക്ക് നിൽക്കാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എക്സൈറ്റ്മെന്റ് വന്നാൽ എനിക്ക് വിശക്കും. പിന്നെ എക്സൈറ്റ്മെന്റിന് ആശ്വാസമായിട്ട് വെച്ചാൽ 2 ജ്യൂസ് 2 സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഏത് വഴി കൂടെ ലീക്ക് ആവുന്നത് എനിക്ക് എത്ര വെച്ചുകൊണ്ട് മനസ്സിലാവാറില്ല. എനിക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, നീ എങ്ങനെ ഫുഡ് കഴിക്കുന്നത് പുറത്ത് മൊത്തം ആക്കിക്കൊണ്ടുവന്നു. പിന്നെ ആണെങ്കിലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് പൊടിക്കറ്റ് വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ നമ്മളെങ്ങാനും ഇറങ്ങി പുറത്ത് നിന്നെങ്കിൽ പറന്നു വരുന്നത് പടച്ചോൻ കാത്ത്. അപ്പോൾ ഇതാണ് സാധനം നമ്പർ 1, ചിക്കൻ കാരി കുർത്തി. ഇത് വാങ്ങാൻ നമ്മൾ ദുബായ് വരെ വന്നത്. പിന്നെ ഈ ചിക്കൻ കറി കുർത്തി വാങ്ങണപ്പോഴത്തേക്കും ഇക്കാലത്ത് പറഞ്ഞപ്പോൾ ഇക്ക എന്നോട് പറയാം, ചിക്കൻ കറി വേണ്ട, നമുക്ക് ചിക്കൻ റോസ്റ്റ് ആക്കാം, കുറച്ചുകൂടി നല്ലത്. ഞാൻ പറഞ്ഞു, ഇക്ക ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റൊന്നും അല്ല, നമുക്ക് ചിക്കൻ കറി കുർത്തിയാണ് വേണ്ടതെന്നുള്ളത്. ഇത് ഇക്കായെ പറഞ്ഞ് മനസ്സിലാക്കി പ്ലാസ് എനിക്ക് അറിയില്ല ചിക്കൻ കറിയാണോ ചിക്കൻ കറിയാണെന്നുള്ളത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം നമുക്കിത് രണ്ടാമത്തെ സാധനം വാങ്ങാനുള്ളത് ദുബായ് മോളിൻ്റെ ഉള്ളിൽ നിന്നാണ്. ബൈ നല്ല ട്രാഫിക് ആയിരുന്നു. ഇവിടെ വന്നിട്ട് 2 വർഷം ആവാറെങ്കിൽ ഞാൻ ചൈന ടൗണിനകത്ത് പോയി. ചൈന ടൗൺ എന്നല്ലേ പറയുന്നത്, അത് കണ്ടിട്ടില്ല. സംഭവമാണ് അടിപൊളിയായിരുന്നു. പിന്നെ കുറേ പേരോട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതെനിക്ക് ചെയ്യാറിയതാണ്. നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, അറിയാത്ത പണിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനത്തെ കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് മാത്രമേ നോക്കിയെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റി. കാരണം നമ്മളെ വഴി തെറ്റിക്കാനും നമ്മളെ ആകർഷിക്കാനും കുറേ കടകളുണ്ട് അതിനകത്ത്. ഇനി എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ഈ കാണുന്ന കടയിലേക്ക് പോവാം, എനിക്ക് വേണ്ട സാധനം അവിടെ നിന്ന് വാങ്ങാം, വേറെ എങ്ങോട്ടൊക്കെ നോക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇപ്പം ഇവിടെ ഒരാളെ കാരണം എന്ന് വെച്ചാൽ, മുമ്പ് ഇവിടുന്ന് പെർഫ്യൂം വാങ്ങിച്ചപ്പോൾ എനിക്കൊരു സാമ്പിൾ ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ അതിൻ്റെ മാത്രം ഫാനാണ്. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇടുന്നല്ലോ, അത്ര ഒരു നാച്ചുറൽ ഫിനിഷ് അത് കിട്ടുന്നത് ഇട്ടാൽ. നിങ്ങൾ എന്നെ നോക്കിയൊക്കെ നല്ല ഭംഗിയില്ല ഇപ്പം കാണാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ സംഭവം, നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഈ ചേച്ചി സാധനം കൊണ്ട് ബില്ലടിക്കാൻ പോകുന്നുണ്ട്. മറ്റു ചേച്ചിയാണെങ്കിൽ ഇറക്കി കിട്ടുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വിലപിടിപ്പുള്ള സാധനമാണ്, അതൊക്കെ കളഞ്ഞു പോയി ആരാ സമാധാനം പറയാനൊക്കെ. അങ്ങനെ വാങ്ങാനുള്ള സാധനമൊക്കെ വാങ്ങിച്ച് നടന്നപ്പോഴാണ് സെൻട്രൽ പോയിന്റ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, വന്ന സാധനം വാങ്ങി തിരിച്ച് വീട്ടിൽ പോകണമെന്ന്. പക്ഷേ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഓഫർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ലിപ്സ്റ്റിക്ക് മസ്കറൊക്കെ തീർത്തിരിക്കുക. അപ്പോൾ അതും കൂടെ വാങ്ങാമെന്ന് വെച്ചാൽ അതും കൂടെ വാങ്ങിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനിയാണ് യഥാർത്ഥ പണി. നമ്മൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഓർമ്മ വേണം, ഇല്ലെങ്കിൽ നമ്മൾ പാട് വിട്ടുപോകും. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പാർക്ക് ചെയ്ത് എവിടെ നിന്നൊന്നും ആർക്കൊരു പിടുത്തം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ഓർമ്മ ഉണ്ട്, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി, അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അബുദാബിയിലേക്ക് വിട്ട് നമ്മളെ ഗീ റൈസിലേക്ക് വിട്ട് 2 പേരും മട്ടൻ ബിരിയാണി പറഞ്ഞു. അപ്പം ഇന്നത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് കൈവിട്ട് പോയാൽ ഇക്കര പോക്കറ്റ് കളിച്ച് ചിക്കനെ കൈ പിടിച്ചാൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ട്.